സവാദി. വെൽക്കം ബാക്ക് ടു അവർ തായ്ലൻഡ് സീരീസ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ തായ് കൾച്ചറും ഇവരുടെ ഒരു ഹിസ്റ്ററിയൊക്കെ അറിയുന്ന രീതിയിലുള്ള കുറച്ച് സ്ഥലങ്ങളാട്ടോ ചൂസ് ചെയ്തത്. സോ ദിസ് ഈസ് ദ ഏൻഷ്യൻ സിറ്റി. ഇപ്പോൾ ഒരു തായ്ലൻഡ് ഇൻ വൺ ഡേ എന്നുള്ളൊരു ഐഡിയ ആണ് ആക്ച്വലി ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയം വഴി നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ തായ്ലൻഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടെമ്പിൾസിൻ്റെയും പാലസസും മോണുമെൻറ്റ്സിൻ്റെ എല്ലാം റെപ്ലിക്കാസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൈക്ക് ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇതൊരു 200 acres ഓഫ് ലാൻഡിലുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആട്ടോ. ദാറ്റ് മീൻസ് ഓഫ് കോഴ്സ് നമുക്ക് ഒരു ദിവസം ഒന്നും ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് മെയിൻ സ്ഥലങ്ങളും കുറച്ച് മെയിൻ സ്പോട്ടുകളും ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണുമ്പം ഇഷ്ടം തോന്നുന്ന സ്ഥലങ്ങളിലൂടെ കയറുക. സോ യു ക്യാൻ ഐദർ റെൻ്റ് ഔട്ട് എ ഗോൾഫ് കാർട്ട് ഓർ ബൈക്ക് ഓർ ഷെയർഡ് ടൈം ഓപ്ഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇവരുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ട്രഡീഷണൽ വില്ലേജുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ബാങ്കോക്ക് സെൻട്രലിൽ നിന്ന് ഒരു ഹാഫ് അവർ ക്യാബിൽ ട്രാവൽ ചെയ്തിട്ടാട്ടോ ഇവിടെ എത്തിയത്. ദെൻ നമ്മൾ പോകാൻ പോകുന്നത് ഈ ബ്രിഡ്ജിനപ്പുറം ഈ കാണുന്ന ആനക്കുട്ടൻ്റെ അടുത്താണ്. അതിനു മുന്നേ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രഡീഷണൽ പാട്ടായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഇറവൻ മ്യൂസിയം. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഈ ഒരു മാസീവ് ആയിട്ടുള്ള 3 headed എലിഫൻറ്റ് സ്റ്റാച്യു ആണ്. 3 തീംഡ് ലെവൽസ് ആട്ടോ മ്യൂസിയത്തിലുള്ളത്. അതായത് ഫസ്റ്റ് ലെവൽ ഇസ് ദ അണ്ടർ വേൾഡ്, അതായത് സുവർണ ഭൂമി, ഇതാട്ടോ ഈ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇസ് ലൈക്ക് എർത്ത്, അതായത് ഹ്യൂമൻ എന്ന് പറയുന്നതും. ദെൻ തേർഡ് ലെവൽ ഇസ് ഹെവൻ അഥവാ കോസ്മോസ്. അപ്പോൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആനക്കുട്ടിയുടെ വയറ്റിൻ്റെ അകത്തോട്ട് കയറി മേലെ പോകണം. സോ ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി ആ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ആ ഒരു സ്കൾപ്ചറിൻ്റെ മേലയിലാണ് ഈ ബാക്കി 2 ലെവൽസും ഉള്ളത്. ഓക്കെ, പഠിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഓക്കെ, വാട്ടെവർ. അപ്പോൾ നമ്മൾ ഈ തണുത്ത ഒരു തായ് ചായയും കുടിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ചേട്ടനെ കണ്ടു. ആൾ കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു. അറിയാവുന്ന ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഈ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് നമ്മളൊരു സീൻ ചേഞ്ചിന് വേണ്ടിയിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഐക്കൺ സിയ മോളിൽ വന്നു. ദിസ് ഈസ് ഓൾസോ മസ്റ്റ് വിസിറ്റ് മോൾ ഇൻ തായ്ലൻഡ്. ആക്ച്വലി ദർ ആർ സോ മെനി മോൾസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോളിൻ്റെ പ്രത്യേകത ഇറ്റ്സ് ലൈക്ക് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവരൊരു ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്തേക്കുക. ആൻഡ് യു ക്യാൻ ടേസ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്സ് ഫ്രം ദെയർ. ഇതൊക്കെ എനിക്ക് കഴിച്ചിട്ട് കുറച്ച് ഇഷ്ടമായ സാധനമാണ് കേട്ടോ. ആ പുഴുവും പാറ്റിയൊന്നുമല്ല. ദെൻ ഇവരൊരു ടൈമിംഗ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പുറത്ത് ഈ വാട്ടർ ഫൗണ്ടൈനും നടക്കുന്നുണ്ടാവും. സോ ദാറ്റ് വാസ് ഓൾ എ ഗുഡ് എക്സ്പീരിയൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ സീ യു. കോക്കുൻ.